എനിക്ക് ആൾക്കാരെ ഇടിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് ആഗ്രഹം സാധിച്ചിട്ടുണ്ടല്ലോ. പുറത്തുവിടാൻ പറ്റാതെ ആ എനർജിയൊക്കെ ഇങ്ങനെ നിൽക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുമ്പോഴേക്ക് ചാടി വീഴുന്നത് അതുകൊണ്ടാണ്. മിക്കതിലും ഒരു കാവോസ് സാധനം ഇപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഒരുമിച്ചുള്ള സിനിമ കൂടെയാ. അത് വലിയ കുഴപ്പമില്ല. അല്ലെ നല്ലത് വരുന്നതൊക്കെ കുറച്ച് കേസ് ഉള്ളത്, അല്ലാതെ ഞങ്ങളായിട്ട് നോക്കി കേസ് പിക്കാറില്ല. ഈ അടുത്ത കാലം വരെ എനിക്ക് ഹൊറർ മാത്രമായിരുന്നു വലിയ താല്പര്യം തോന്നാഞ്ഞത്. മലയാളത്തിൽ നിന്ന് ഒരു ഭൂതകാലമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇപ്പോൾ പാരഡൈസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് റോഷനും ദർശനയുമാണ്. വെൽക്കം. താങ്ക് യു. പാരഡൈസ് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പല ഫിലിം ഫെസ്റ്റിവലിലായിട്ട് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഒരുപാട് അക്ലൈറ്റ്സ് കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ എന്താണ് പാരഡൈസ്? ബേസിക്കലി ഒരു മലയാളി കപ്പിള് പാരഡൈസ് തേടി, ഒരു സ്വർഗം തേടി ശ്രീലങ്കയിലേക്ക് ഒരു ചീപ്പ് ടൂറിന് പോകുന്നതാണ്. അവിടെ നമ്മുടെ കറൻസിയുടെ വാല്യൂ കൂടുതലായതുകൊണ്ട് മാത്രം റിച്ച് ആവാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റ്, ഒരു മോഷണം, അവരെ ബേസിക്കലി ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല ക്രൈസിസിൻ്റെയും, പൊളിറ്റിക്കൽ ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസ്, അവിടുത്തെ പീപ്പിൾസ് അപ്രൈസിങ് എല്ലാത്തിൻ്റെയും നേരെ നടുക്കേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അത് സംഭവിച്ചു കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഇക്വേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മാറുന്നു, എങ്ങനെ ഡെവലപ്പ് ആവുന്നു, അതിൽ ആര് ശരി ആര് തെറ്റ്, ഒരു ക്രൈസിസിലൊരു മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ബേസിക്കലി പാരഡൈസ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയിലേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി ഈ പ്രൊജക്റ്റിനെ പറ്റിയിട്ട് റോഷനാണ് ഫസ്റ്റ് പറയുന്നത്. റോഷനും രാജുവേട്ടനും വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ആ പ്രൊജക്റ്റ് കേട്ടു. അതിൽ ഇനിഷ്യലി വേറൊരു നോർത്ത് ഇന്ത്യൻ ഫീമെയിൽ ആക്ടർ ആയിരിക്കും ഉണ്ടാവുക, അങ്ങനെയായിരുന്നു പ്ലാൻ. അവർ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ സമയത്ത് എപ്പോഴും ഇത് റീകൺസിഡർ ചെയ്ത് രണ്ട് മലയാളികളുടെ തന്നെ കഥയായിട്ട് മാറിയപ്പോൾ ഞാൻ വരുന്നതാണ് അതിലേക്ക്. എന്നിട്ട് കഥ കേട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതിലേക്ക് ഐ വാസ് ഓൺ ബോർഡ്. ഇതിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് നെയിംസ് ആണ്. മദ്രാസ് ടോക്കീസ് വരുന്നുണ്ട്, പിന്നെ ശ്രീകർ പ്രസാദ്, പിന്നെ നമ്മുടെ രാജീവ് രവി. അപ്പോൾ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇതുപോലെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ശ്രീലങ്ക പോലൊരു സ്ഥലം അധികം പരിചയിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇപ്പം ഇന്ത്യൻ ഓഡിയൻസ് ആണെങ്കിലും പ്രത്യേകിച്ച് മലയാളീസ് ആണെങ്കിലും അത്ര പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. കുറച്ചുകൂടെ തമിഴ് ഓഡിയൻസിനാണ് എന്തെങ്കിലും ഒരു കണക്ഷൻ സിനിമകൾ വഴി. അതെ അതെ. അപ്പോൾ അതെങ്ങനെയാണ് അതിലേക്കുള്ള ഒരു ഇപ്പോൾ പ്രസന്ന വിതനൊക്കെ, അപ്പോൾ പുള്ളി എങ്ങനെയാണ് പുള്ളിയിൽ നിങ്ങളിലേക്ക് എത്തുന്നത്? പ്രസന്ന സാർ ആക്ച്വലി കുറച്ച് നാളുകളായിട്ട് ശ്രീലങ്കയിൽ ആദ്യം നാടകങ്ങൾ ചെയ്തു തുടങ്ങിയതാണ്, പിന്നെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. സമയമെടുത്ത് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പം 10-11 സിനിമകൾ എന്തുവാണ് സാർ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ കുറേ വർഷങ്ങളായിട്ട് സാർ ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ സാറിൻ്റെ ഐ തിങ്ക് സിനിമ ജേർണിയിലെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പാരഡൈസ്. അതായത് ശ്രീലങ്കയുടെ പുറത്തു നിന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ്, പുറത്തു നിന്നുള്ള 2 ആക്ടേഴ്സ്, അങ്ങനെ കുറച്ചും കൂടെ ഗ്ലോബൽ ആയിട്ടുള്ളൊരു സിനിമ. സാറിൻ്റെ ഇതിന് തൊട്ട് മുമ്പത്തെ സിനിമ ഗാഡി, ചിൽഡ്രൻ ഓഫ് ദ സൺ എന്ന് പറഞ്ഞ സിനിമയും രാജുവേട്ടൻ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ക്രൂ രീതിയിലെ കൊളാബറേഷൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സ്ട്രിക്ട്ലി ഒരു പീരിയഡ് കഥയായിരുന്നു. അപ്പോൾ ഇതിലാണ് എനിക്ക് തോന്നുന്നു സാറ് കഥയും കുറച്ചും കൂടി യൂണിവേഴ്സലാക്കി, ഒരു ഗ്ലോബൽ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നുവെച്ചാൽ ഒരു റിലേഷൻഷിപ്പിലുള്ള 2 പേരുടെ കഥ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആസ് ഹ്യൂമൻസ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സാർ പറയുന്നത് ശ്രീലങ്കയുടെ കഥ തന്നെയാണ്. പക്ഷെ ആ കഥേനെ എങ്ങനെ കുറച്ചും കൂടെ വലിയൊരു ഓഡിയൻസിലേക്ക് എത്തിക്കാം, ശ്രീലങ്കൻ സിനിമയെ എങ്ങനെ കുറച്ചും കൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകാം, ഒരു വലിയ വാതിലുകളൊക്കെ എങ്ങനെ തുറന്നിടാം അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ അത്രയും പാഷനായിട്ട് സിനിമ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അത് ഒരു വലിയ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആക്ച്വലി. അത് പ്രത്യേകിച്ച് ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഇതും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒരു പ്രത്യേക ഒരു ലാംഗ്വേജിൽ ഒതുങ്ങി നിൽക്കുന്ന പടമല്ലല്ലോ, ഇംഗ്ലീഷും സിംഹളി എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. അതുപോലെ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലാന്ന് തോന്നുന്നു ബെസ്റ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് പ്ലസ് ഡയറക്ടർ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഏഷ്യൻ ഇന്ത്യൻ അതെ അതെ അവിടെയൊക്കെ നോമിനേഷൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഇത് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ ഒരു സിനിമയിൽ വന്നിട്ട് ഇത്രയും ഒരു ഗ്ലോബൽ? ബുസാനിൽ പ്രീമിയർ ചെയ്തപ്പോൾ ദർശനം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ബുസാനിൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ഫിലിം ഫെസ്റ്റിവൽസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പടങ്ങളിലൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു പടം കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമായിരുന്നു. അത് ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ട് നേരത്തെ വന്ന് ഫോണൊക്കെ ഓഫ് ചെയ്ത് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പടം കണ്ട് സിനിമ കഴിയുമ്പോൾ ആരും എണീറ്റ് പോകുന്നില്ല. 10-15 മിനിറ്റുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു, എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ ഫെസ്റ്റിവലിനും കിട്ടുന്ന റിയാക്ഷൻസും അതിൻ്റെ പടത്തിനെ പറ്റിയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ മാറുന്നു. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈച്ച് ഓഫ് ദീസ് പ്ലേസസ് ഇപ്പോൾ ഞാൻ മാമിയിലും കണ്ടിട്ടുണ്ട്, ബുസാനിലും കണ്ടിട്ടുണ്ട്. ആൻഡ് ഓരോ സ്ഥലത്തും
ഭയങ്കര എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു ഓഡിയൻസിൽ നിന്ന്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ദർസ് എ ലോട്ട് ഓഫ് പ്രോമിസ് എന്ന് തോന്നി. എല്ലാവർക്കും ഐ തിങ്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും ഓഡിയൻസ് റിയാക്ഷൻസ് വേറെ. ഞാൻ IFFK അല്ല പടം കാണുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെയാണ്. IFFK നമ്മുടെ ക്രൗഡിൻ്റെ കൂടെയാണ് കാണുന്നത്. അപ്പം ഞങ്ങളുടെ കൂടുതൽ ശ്രീലങ്കൻ ആക്ടേഴ്സ് അവരൊക്കെ ബിഗ് നെയിംസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. IFFK ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിഡ്നിയിൽ പടം പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കുറേ ചിരി പൊട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ടെക്നിക്കലി ഇതൊരു സീരിയസ് സിനിമയാണ്, അങ്ങനെ കോമഡി സീനുകളൊന്നുമില്ല. അപ്പോൾ ചിരി വരുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ മൊമെൻറ്റുകൾ, അത് നമുക്ക് കഥയുമായിട്ടും ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം വരുന്ന ചിരി ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. ഞാനിതിൻ്റെ ഒരു റിവ്യൂ വായിച്ചതിൽ ഒരു രസകരമായിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്, ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ആരുടെ പക്ഷത്താണ് എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു വോളിയം, നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സൈനിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പക്ഷം പിടിക്കാനാകാത്ത അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്സ് ഒക്കെ ഉള്ളൊരു പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു ചിത്രമായിരിക്കുമോ, ക്യാരക്ടേഴ്സ് ആയിരിക്കുമോ? എനിക്ക് തോന്നിയിട്ടുള്ള ഈ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് അബൌട്ട് ദിസ് ഇസ് ഭയങ്കര നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് ഓരോ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്. അപ്പം ഫിലിം ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നില്ല, ഇത് തെറ്റ്, ഇത് ശരി, ഇത് നല്ലത്, ഇത് നല്ല, അങ്ങനെയല്ല. എല്ലാവരിലും നല്ലതും മോശമുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നു. അതിൻ്റെ റീസൺസും നമ്മൾ കാണുന്നു. അത് എന്തുകൊണ്ട് നല്ലത്, എന്തുകൊണ്ട് ഇവർ ചെയ്തത് ചീത്ത ചെയ്യുന്നു എന്ന് പറയുന്നത്, അത് വേർ ഇസ് ഇറ്റ് കം ഫ്രം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഭയങ്കര ഒരു കമ്പാഷനറ്റ് അപ്രോച്ച് ടു ഹ്യൂമൻ ബീയിങ്സ് പോലെയാണ് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്. ഒരാളുടെ സർക്കംസ്റ്റാൻസസ് ബേസ് ചെയ്തിട്ടാണല്ലോ ഒരാൾ ബേസിക്കലി നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ചില ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അത് കുറേയൊക്കെ ആ സർക്കംസ്റ്റാൻസസ് കാരണം മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സൈഡ് പുറത്ത് വരാതെ മുഴുവൻ ജീവിതം ജീവിച്ച് തീർക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സാറിൻ്റെ ക്യാരക്ടേഴ്സിനെ എല്ലാം കൊണ്ടുപോയിടുകയാണ്. അവസാനം പ്രത്യേകിച്ചും പടം തീരുമ്പോഴൊക്കെ ഇതിൽ ആരാണ് ശരിയെന്നുള്ളൊരു ചോദ്യം നിൽക്കും. ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. കൂടെ വർക്ക് ചെയ്ത കോ ആക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ ഈ തിയേറ്റർ ഫീൽഡിൽ നിന്ന് വരുന്നവരും ആയതുകൊണ്ട് തന്നെ ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബ്രീഫോ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ബ്രീഫ് എന്തെങ്കിലും പ്രത്യേകം തന്നിട്ടുണ്ടോ, അതോ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഒരു ഇതിന്? സാർ അങ്ങനെ അധികം ബ്രീഫ് ചെയ്യൽ പരിപാടി, ഇങ്ങനെ കാര്യമായ ഡിസ്കഷൻ ഒരു സീനിന് ഒരു ഷോട്ടിന് മുമ്പ് അങ്ങനത്തെ രീതിയല്ല പ്രശ്നം സാറുടെ. പക്ഷേ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ എല്ലാ ആക്ടേഴ്സും ഒരു മൊമെന്റ് ഹോൾഡ് ചെയ്ത് എത്ര നേരം വേണേലും നിൽക്കാം, നമുക്ക് ആ സീൻ പ്ലേ ചെയ്ത് അങ്ങനെ പോവാം, അല്ലാതെ മുറിച്ച് അഭിനയിക്കണമെന്ന് നിർബന്ധമുള്ള ആക്ടേഴ്സ് ഒന്നും ആയിരുന്നില്ല. എല്ലാവരുമായിട്ടും പ്ലേ ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഒരു കൊടുക്കൽ വാങ്ങൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇത് എങ്ങോട്ടെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുപോയി നോക്കാം എന്നുള്ളൊരു പരിപാടിക്ക് എല്ലാവരും ഭയങ്കര ഓണായിരുന്നു എപ്പോഴും. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്നതേ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഇല്ല, അത് ഓർഗാനിക്കലി വരുന്ന പോലെ ട്രാവൽ ചെയ്യാൻ തയ്യാറായിരുന്നു അവിടെ എല്ലാവരും. പിന്നെ ആ ഒരു ശ്രീലങ്കൻ ആ ഒരു പശ്ചാത്തലവും അവിടുത്തെ ഒരു നിങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾ 23 ഫെബ്രുവരിയിലാണ് പോകുന്നത്. അപ്പോഴൊന്ന് റിക്കവർ ആയി വരുന്ന ടൈമാണ്, വരുന്ന സമയമാണ്. എങ്കിലും എല്ലാ രീതിയിലും ആ ടർബുലൻസ് ഒക്കെ അവിടെ ഉണ്ട്, അത് ഫീൽ ചെയ്യാനുണ്ട്. പറഞ്ഞ പോലെ ഫസ്റ്റ് നോട്ടത്തിൽ നമുക്കത് കാണണം എന്നില്ല. ലൈഫ് കണ്ടിന്യൂ ചെയ്യും എല്ലായിടത്തും, ആസ് എ സൊസൈറ്റി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാം അവിടെ തന്നെ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ആ ലാൻഡ്സ്കേപ്പ് എല്ലാം വളരെ സിമിലർ ആയിട്ട് തോന്നും. ഇപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് വളരെ സിമിലറാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് അവിടെ തന്നെയല്ലേ പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്തത്? വേറെ ലൊക്കേഷൻ കംപ്ലീറ്റ് ശ്രീലങ്ക തന്നെയാണ്. ഒറ്റ പോക്കിന് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്ന അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പെട്ടെന്ന് റാപ്പായ പടാണല്ലേ? പിന്നെ ഈ സിമിലാരിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഉണ്ട്. എങ്കിലും പറഞ്ഞതുപോലെ നമുക്ക് അവിടുത്തെ ഭാഷ, അവിടുത്തെ ഭക്ഷണം, ആൾക്കാർ, അതിലൊക്കെ ഭയങ്കര ഡിസിമിലാരിറ്റി ഉണ്ട്. നമുക്ക് ഒരു രീതിയിലും പരിചയമുള്ള മലയാളം അറിയാവുന്നതുകൊണ്ട് നമുക്കവിടെ ഒരാളുമായിട്ടൊരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ഫുഡും നമ്മുടെ ഭക്ഷണം തമ്മിലൊന്നും അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഫെമിലിയാരിറ്റി തോന്നും. അങ്ങനെ ഡിസ്റ്റന്റ് അല്ലെങ്കിൽ ഏലിയൻ ആയിട്ട് തോന്നില്ല. അവിടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പരിചയമുള്ള സ്ഥലം പോലൊക്കെ തോന്നും. ടെറൈൻ ഭയങ്കര ഫെമിലിയർ ആണ്. ഇവിടുത്തെ ആൾക്കാരും ഒക്കെ ഏകദേശം നല്ലൊരു അതെ. പിന്നെ ഓവറോൾ ഐ തിങ്ക് രാജ്യങ്ങളൊക്കെ കോളനൈസ് ചെയ്തതൊക്കെ ഒരേ ആൾക്കാരായതുകൊണ്ട് ആ ഒരു ഇൻഫ്ലുവൻസ് എല്ലായിടത്തും ഉണ്ടാവില്ലേ? നിങ്ങൾ ഒരുമിച്ചുള്ള മൂന്നാമത്തെ സിനിമയാണ്, നാലാമത്തെ ആണല്ലേ? ഓക്കെ. അതിൽ മിക്കതിലും ഒരു കെയോസ് സാധനം. ഇപ്പൊ സി യു ഞങ്ങളുടെ സിനിമ കൂടെ അത് വലിയ കുഴപ്പമില്ല. അതിലും ഒരു കേസും ഇല്ലല്ലോ പടത്തിൽ. അത് ഒരു സിമ്പിൾ പടമാണല്ലോ. ബാക്കി 3 സിനിമയും എടുത്തു നോക്കുമ്പോഴത്തേനും
ഒരു ടെൻഷൻ ആയിരിക്കും എപ്പോഴും. അത് തന്നെയാണ് ഇതിലും. അതെ അതെ മിക്ക ഭൂരിപക്ഷം എടുക്കുന്നതെല്ലാം ഇങ്ങനെ ആയി പോകുന്നതാണോ? അത് വരുന്നതിൽ നല്ലത് നോക്കിയാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ചിലപ്പോ വരുന്ന സാധനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നല്ലത് വരുന്നതൊക്കെ കുറച്ച് കേസ് ഉള്ളത്, അല്ലാതെ ഞങ്ങളായിട്ട് നോക്കി കേസ് പിക്കാറില്ല. ആദ്യം നിങ്ങൾ ത്രില്ലർ മൂവീസിൻ്റെ ഒക്കെ ആരാധകരാണോ? അതാണോ ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് അങ്ങ് കാവുന്നത്? ഇല്ല, ഞാൻ ശരിക്കും എല്ലാ ടൈപ്പ് സിനിമകളും കാണുന്നതാണ്. ഈ അടുത്ത കാലം വരെ എനിക്ക് ഹൊറർ മാത്രമായിരുന്നു വലിയ താല്പര്യം തോന്നാഞ്ഞത്. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് അതും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്ന് പോലും ഭൂതകാലമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അപ്പോൾ ഇപ്പോൾ എല്ലാ ടൈപ്പ് പടങ്ങളും കാണും. അപ്പം അങ്ങനെ എല്ലാ ടൈപ്പ് പടങ്ങൾ ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. സ്പെഷ്യലി ഈ പറഞ്ഞ പോലെ വലിയ കെയോസും ടെൻഷനൊന്നും ഇല്ലാത്ത ഫൺ പടങ്ങൾ, കോമഡിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എവിടെയും പുറത്തു വിടാൻ പറ്റാതെ ആ എനർജിയൊക്കെ ഇങ്ങനെ നിൽക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുമ്പോഴേക്ക് ചാടി വീഴുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ഒരു റോം കോം പ്രതീക്ഷിക്കാവോ? അങ്ങനെ എന്തെങ്കിലും അറിയില്ല, ആരെങ്കിലും കാസ്റ്റ് ചെയ്താൽ റോം ചെയ്യും. അതെ അതെ റോം ഹാപ്പിലി ചെയ്യും. രസമാണല്ലോ. ഈ വരുന്ന സിനിമകളിൽ തന്നെ ഇപ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് സബ്ജക്ട്സ് അത് തന്നെയാണ് കൂടുതലും സെലക്ട് ചെയ്യുക. കൊമേഴ്ഷ്യൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റോഷൻ അങ്ങനെ ഒരു പടം വരുന്നത് എനിക്ക് തോന്നുന്നു കോബ്രയിലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമാസിലേക്ക്. നമ്മൾ കൊമേഴ്ഷ്യലിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ള ഈ ഒരു മാസ് പടമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൊമേഴ്ഷ്യൽ ഇൻ ദ സെൻസ് എവറിത്തിങ് ഈസ് കൊമേഴ്ഷ്യൽ. അങ്ങനെ വലിയൊരു മാസ് പടങ്ങൾ അങ്ങനെ അധികം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അതൊക്കെ ഞാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. വലിയ സ്കെയിലുള്ള പടങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റിലീസായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മഹാറാണി, ധൂമം ഇതൊക്കെ കൊമേഴ്ഷ്യലായിട്ട് തന്നെ ഇൻറ്റൻഡ് ചെയ്ത പടങ്ങളാണ്. പിന്നെ പടത്തിൻ്റെ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് അനുസരിച്ച് ചിലപ്പോൾ നമ്മളത് ചിലപ്പോൾ പറയാൻ തന്നെ വിട്ടുപോകും. അങ്ങനെ അല്ലാതെ ഇത് വിട്ടുപിടിക്കാമെന്നുള്ളൊരു തീരുമാനം ഒന്നിനെ പറ്റിയിട്ടും എടുത്തിട്ടില്ല. ദർശന ഈ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ഈ ഒരു കഥ കേൾക്കുമ്പോൾ ആദ്യം ഹുക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? ആ സിറ്റുവേഷൻ ആയിരിക്കും, അതോ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്ലോട്ടാണോ മെയിനായിട്ട്? എനിക്ക് കഥ കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഈസിലി മൂവ് ആവുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ മൂവ് ചെയ്യുന്നുണ്ടോ, എനിക്ക് ഫീലിങ്സ് എന്തെങ്കിലും തോന്നിയോ, എന്നെ കണക്ട് ചെയ്തോ, എനിക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ തോന്നുന്നുണ്ടോ, അത്രയൊക്കെ ഞാൻ നോക്കാറുള്ളൂ. അങ്ങനെ വലിയൊരു ക്രൈറ്റീരിയൻ ഒന്നുമല്ല. എനിക്ക് സമാധാനവും സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും, മാത്രമേ ഉള്ളൂ. റോഷൻ എങ്ങനെയാണ്? എനിക്കും പല റീസൺസ് ആക്ച്വലി ഒരു പടം എടുക്കാൻ. ഇപ്പോൾ പലതും പല റീസൺസിന് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്. ചിലതൊക്കെ ആക്ച്വലി കഥ പോലും കേൾക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു കോൾ വരുമ്പോൾ തന്നെ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് മാത്രം തോന്നുന്നത് കൊണ്ട് ഓൾറെഡി ഓണായിട്ടാണ് വായിക്കുന്നത് തന്നെ ഫസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അതൊരു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ കഥ ഭയങ്കര രസമുണ്ടല്ലോ, എനിക്ക് ഇന്ന ഡയറക്ടറുടെ കൂടെ ഇന്ന ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഇന്ന കോ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, ഇതിനൊക്കെ വേണ്ടി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു പടം ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കും. അതൊക്കെ റീസൺസ് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഇല്ല, ഞാനങ്ങനെ ഗോൾസ് ആയിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് വരുന്നതിനകത്തൊന്ന് പിക്ക് ചെയ്യുക എന്നുള്ള ലോജിക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ഡ്രീം ഫിലിം, ഡ്രീം ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അഥവാ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്ത കൊള്ളായിരുന്നിരിക്കണം. അങ്ങനെ ഒരുപാട് സിനിമകൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സ് കാണുമ്പോഴാണ് പൊതുവെ തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്തു പറയാറില്ല. ദർശനിക്കോ അങ്ങനെ? എനിക്ക് ആൾക്കാരെ ഇടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്ക് ആഗ്രഹം സാധിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ എനിക്ക് മറ്റേ ഒരു ചെറിയ ഗുണ്ടയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഇപ്പൊ ക്യാരക്ടേഴ്സിനൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇതേപോലെ പാരഡൈസ് പോലെ പെർഫോമൻസ് ഓറിയന്റഡ് അതാണല്ലോ ഡ്രീം. എല്ലാ ടൈപ്പ് പടങ്ങളും ചെയ്യാം, എല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇപ്പം ബ്രേക്ക് എടുത്ത് പതുക്കെ ചെയ്യാം അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഇപ്പം ഒരു പടത്തിന്റെ പിന്നാലെ തന്നെ വേറൊരു പടം ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുക? ഒരു വീക്ക് ടൈം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ടൈം കിട്ടുക എന്ന് പറയുന്നത്? അങ്ങനെ ടൈം ഉണ്ടാക്കുന്ന ഒരാളാണ്. എനിക്ക് സമാധാനമായിട്ട് വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മളത് ഇതായി പോവും. എന്താ പറയാ, ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോവും, ഒരു എന്താ പറയുക ഡിഫോൾട്ടിലേക്ക് പോവും. ക്രിയേറ്റീവ്ലി അങ്ങനെ എക്സൈറ്റഡ് ആവില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വളരെ കുറച്ചേ വർക്ക് ചെയ്യാറുള്ളൂ. അതിലേക്ക് ഞാൻ സന്തോഷത്തോടെ പോവുക, എക്സൈറ്റഡ് ആയിട്ട് പോവുക, ഫുള്ളി ചാർജ്ഡ് ആയിട്ട് പോകാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും, റിലാക്സ് ചെയ്യും. ചിലപ്പോൾ ഇതേപോലെ ഡേറ്റ്സും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയിട്ട് 2 പടം ഒരുമിച്ച് വരിക, അങ്ങനെയൊക്കെ വരും. പക്ഷെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ചെയ്യാറ്.
റോഷനും അങ്ങനെ തന്നെയാണോ? പെട്ടെന്ന് ഇപ്പം നമ്മളൊരു കഥ കേട്ടിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ബ്രേക്കും ആവശ്യമായിരിക്കും. ആ സമയത്ത് അങ്ങനെ ഒരു സിനിമയുടെ സമയം ആണ് പ്രയോറിറ്റി ആക്ച്വലി. ഒരു സിനിമ നടക്കുന്ന സമയത്തിൽ നമ്മുടെ അവൈലബിലിറ്റി മാത്രമല്ലല്ലോ ഫാക്ടർ, അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ലൊക്കേഷൻസ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ശരിയായി വരുന്ന സമയത്ത് ഞാൻ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നോക്കാറ്. എനിക്ക് അത് മാറ്റാൻ നോക്കാറില്ല എൻ്റെ കൺവീനിയൻസിന് വേണ്ടി. എങ്കിലും ബ്രേക്കൊക്കെ കിട്ടാറുണ്ട്, അത് ഇപ്പോൾ കിട്ടുമ്പോൾ എടുക്കാം എന്നുള്ളൊരു മൂഡിലാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും നേരത്തെ എപ്പോഴാണ് ബ്രേക്ക് വരാൻ പോകുന്നത്. നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അടുപ്പിച്ച് 6 മാസമൊക്കെ ചിലപ്പോൾ വീട്ടിലിരുന്ന് പോകും. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആ സമയത്ത് കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു തീർക്കുക, അങ്ങനെയാണ് പോകുന്നത്. ഏകദേശം 1 വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞ് എനിക്കൊന്ന് 4 മാസം മുന്നെയാണ് ഞാൻ എൻ്റെ ട്രെയിലറെ കണ്ടത്. ഐ മീൻ ഈ ഫിലിം സർക്യൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇത്രയൊരു ഗ്യാപ്പ് എടുത്ത് മെയിൻലി ഈ ഒരു സർക്യൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഇപ്പോഴും ഇതിന്റെ ഫെസ്റ്റിവൽ റൺ നടന്നുകൊണ്ടിരിക്കും. എനിക്കൊന്ന് ബുസാനിലായിരുന്നു പ്രീമിയർ, അത് ഓഗസ്റ്റിലോ മറ്റോ ആയിരുന്നു, ഒക്ടോബറിലായിരുന്നു. ഓക്കെ, യാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺസ്റ്റന്റ്ലി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഫെസ്റ്റിവൽസിൽ പടവും പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആൻറ്റോ പ്രസന്ന സാർ എല്ലാവരും പടത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ ഒരു സ്റ്റോപ്പായിരുന്നു മാമിയും IFFK ഒക്കെ. അപ്പോൾ റിലീസിന് പടം റെഡി ആയിട്ട് അത്രയും സമയമായി, എങ്കിലും എല്ലാവരും കാണട്ടെ, ഫെസ്റ്റിവൽസൊക്കെ നടക്കട്ടെ, എന്നിട്ട് കറക്റ്റ് സമയം നോക്കി റിലീസ് ചെയ്യാമെന്നുള്ള പ്ലാനിരുന്നു. അതിപ്പോൾ ന്യൂട്ടൺ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്, സെഞ്ചുറി ഭയങ്കര രസമായിട്ട് പടത്തിനെ ബാക്ക് ചെയ്യുന്നുണ്ട്. സോ വെരി ഹാപ്പി. സമയമെടുത്തെങ്കിലും നല്ല രീതിയിൽ റിലീസാവണം എന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം. ആക്ച്വലി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൈസിസിനെ അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ക്രൈസിസിനെ പറ്റിയും ശ്രീലങ്കയിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയും അതിനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ പുള്ളി തന്നെ ഡയറക്ടർ തന്നെ ബ്രീഫ് ചെയ്ത് തരുന്നുണ്ടായിരുന്നോ? നമ്മൾ ഒരു ബേസിക് അവയർനെസ് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ ഈ കപ്പിൾ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടാണ് മീൻസ് അതിലത്തെ മേ ബി രണ്ടുപേരും അത്രയും കുറച്ച് എന്താ പറയുക ഇഗ്നോറൻ്റ്ലി ആണ് അങ്ങോട്ട് പോകുന്നത്, അവരെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം അതിലേക്ക് അത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. അവിടുത്തെ റിയാലിറ്റിയിലെ മനസ്സിലാക്കുക അങ്ങനെയൊന്നുമല്ല, അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെ അറിഞ്ഞാലും അവിടെ പോയിട്ട് അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ എവറി ഡേ ഗ്രൗണ്ട് റിയാലിറ്റി അത്ര അടുത്ത് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്താണ് പാരഡൈസിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്? പാരഡൈസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചത് കൊണ്ട് ഇതാകെ 1.5 മണിക്കൂറുള്ള സിനിമ. അപ്പം ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് പടം പറഞ്ഞു പോയതുപോലെ ആവും. ഇതൊരു നല്ല സിനിമയാണെന്നുള്ളത് ഡൗട്ടൊന്നും ഇല്ലാതെ പറയാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊരു പല രീതിയിലും ഒരു കൊളാബറേറ്റീവ് പ്രോജക്റ്റാണ്, മൾട്ടിലിംഗ്വലാണ്, സിറ്റുവേഷണലി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞു വരുന്നത് ഇതൊരു എക്സോട്ടിക് ആയിട്ടുള്ള ഒരു നമുക്ക് പരിചയമില്ലാത്തൊരു ഡിഷായിട്ട് കാണുക. എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്, നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് പരിചയമുള്ളൊരു മുരിങ്ങക്കോലൊക്കെ കാണുമായിരിക്കും, പക്ഷേ മൊത്തത്തിലൊന്ന് രുചിച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ സിനിമ. ഈ മാസം വരുന്ന കുറേ പടങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ ഉള്ളൊഴുക്ക് വരുന്നുണ്ട്, ഗഗനാചാരി വരുന്നുണ്ട്, ഈ പടം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് കൂടെ മലയാളത്തിലുണ്ട്. മലയാള സിനിമ അല്ലെങ്കിൽ മലയാളം ഓഡിയൻസസിന് എല്ലാ തരം പടങ്ങളും കാണുന്ന ഓഡിയൻസാണ്. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ കണ്ടാൽ ഇങ്ങനത്തെ ഇനിയും പടങ്ങൾ വരാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാ തരം പടങ്ങളും വരട്ടെ, എല്ലാവരും എല്ലാ ടൈപ്പ് ഫിലിംസും കാണട്ടെ. ഇപ്പം എനിക്ക് ആവേശം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേനെ. അത് രണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് ആണ് ഈ മന്ത്. അത് ഈ മന്ത് നമുക്ക് എല്ലാവർക്കും ഇറങ്ങി എല്ലാ പടങ്ങളും കാണാൻ നല്ലതാണ്, സിനിമയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പാരഡൈസ് വലിയൊരു ഹിറ്റ് ആവട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.